ഇപ്പോഴും അന്വേഷണം എത്താത്ത ഒരു വെറുപ്പിന്റെ കേന്ദ്രം അനുഗ്രഹിച്ചയച്ച കണ്ണിൽ ചോരയില്ലാത്ത കാലൻകൂട്ടം, കൊടുവാളുമായി ഒരുമ്പിട്ടിറങ്ങിയ രക്തരാത്രിയും 51 വെട്ടുകൾക്കും ചീറ്റിയൊഴുകിയ മനുഷ്യന്റെ ചോരയ്ക്കും വ്യാഴവട്ടമെന്നാകുമ്പോഴും ടി പി ചന്ദ്രശേഖരൻ നാടിന്റെ മനസാക്ഷിക്ക് നീറ്റുന്ന മുറിവുകളിൽ സഖാവോർമ്മയാണ്. ഏതു തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ആഘാതത്തിൽ മൂർധാവിലാണ് പ്രഹരമെങ്കിലും ഏത് കോടതി വിധിയെയും മറികടന്ന തെമ്മാടിക്കൂട്ടത്തിനെ പുറത്തിറക്കാനുള്ള നെറികെട്ട നീചനീക്കങ്ങൾ അനുവദിക്കില്ലെന്ന് സഭയിൽ ചോദ്യം ചെയ്യലാണ് ടി പിയുടെ പ്രാണൻ ഇപ്പോഴും തുടിക്കുന്ന കെ രമ പ്രതിപക്ഷം. ആസൂത്രണത്തിന്റെ അങ്ങേയറ്റം നാട് വെട്ടിവറച്ച രാത്രിയിൽ വെട്ടിക്കീറിയ കൊലയാളിക്കൂട്ടത്തിന് 20 വർഷം പൂർത്തിയാക്കാതെ ഇളവ് നൽകിപ്പോകരുത് എന്ന് സാക്ഷാൽ ഹൈക്കോടതി പറഞ്ഞിട്ട് മാസം 4 ആകുന്നേയുള്ളൂ. അപ്പോഴേക്കും ഒരു പ്രാണൻ കൊത്തിക്കീറുമ്പോഴൊന്ന് കൈവറയ്ക്കാത്ത അധമക്കൂട്ടത്തോട് സർക്കാരിനങ്ങ് മുടിഞ്ഞ കരുതലാണ്. ആ ശിക്ഷാ ഇളവിന്റെ പട്ടികയിൽ ഇപ്പോഴും കാലൻകൂട്ടത്തിന് സ്ഥാനമെങ്കിൽ ആരെന്താക്ഷേപിച്ചാലും മുഖമെത്ര വികൃതമായാലും ഞങ്ങൾക്ക് പുല്ലാണെന്ന് പ്രഖ്യാപിക്കുന്നു സർക്കാർ. അത് പാർട്ടി അറിഞ്ഞില്ലെന്നും ആഭ്യന്തര വകുപ്പ് പറഞ്ഞില്ലെന്നും നിഷ്കളങ്ക നാട്യത്തിൽ ആ വിടുതൽ പട്ടിക ഏതോ ഉദ്യോഗസ്ഥ പിഴവാണെന്ന ക്യാപ്സ്യൂൾ നയം ജയിൽ DGP പറയേണ്ടത് അങ്ങ് പള്ളിയിലല്ല, പാർട്ടി ഓഫീസിലാണ്. അല്ലെങ്കിലും ഇഷ്ടം പോലെ ഇഷ്ടഭക്ഷണം, ഇഷ്ടമദ്യമെന്ന മട്ടിൽ ആ കൂട്ടത്തിന് തടവറ ഒരു അമ്മായി വീട് കണക്ക് സുഖവാസമാണെന്ന് പ്രതിപക്ഷം പറയും മുന്നേ കേരളം കണ്ടതല്ലേ ആനുകൂല്യങ്ങൾ. പരോളുകൾ പരമാവധി, ആ വയനാട്ടൻ റിസോർട്ടിൽ റേവ് പാർട്ടിയും ലോക്കപ്പിനകത്തിരുന്ന് കൊട്ടേഷൻ സാമ്രാജ്യം നിയന്ത്രിക്കലും സ്വർണ്ണക്കടത്ത് പൊട്ടിക്കലും, അങ്ങനെ ഈ ആഭ്യന്തര ഭരണകാലത്ത് ആ പാതകി പരീക്ഷകൾക്ക് പൂണ്ടുവിളയാട്ട കാലമാണ്. ഹൈക്കോടതിയുടെ കടുത്ത കൽപ്പനയിൽ ഒരു ചുക്കും നടക്കില്ലെന്നറിഞ്ഞിട്ടും ആ പട്ടികയിൽ കുറ്റവാളിക്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ മക്കളെ ഒഞ്ചിയത്ത് വടകരയിൽ നേരിട്ട വിയോജിപ്പിന് വെട്ടിക്കീറാൻ മരണവാറണ്ടിറക്കിയ നേതാക്കളുടെ പേര് പുറത്തു പറയല്ലേ എന്ന് കാൽക്കൽ വീഴുന്ന പേടിയല്ലെങ്കിൽ, ബ്ലാക്ക് മെയിൽ ഇല്ലെങ്കിൽ അക്രമികളെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിച്ച നെറികെട്ട നീക്കങ്ങൾ നിർത്തണം CPM സർക്കാർ. സ്വന്തം ചോരയെന്ന് നോക്കാതെ ഒരു കരുത്തൻ സഖാവിനെ കൊലച്ചു കൊടുത്തതും പോരാഞ്ഞ്, എരിഞ്ഞു തീരും മുമ്പ് കുലംകുത്തിയെന്ന് അധിക്ഷേപിച്ചതും പോരാഞ്ഞ്, എന്തു വില കൊടുത്തും ആ പ്രതികളെ പൂമാലയിട്ടിറക്കി സപ്രപഞ്ചമൊരുക്കാനാണ് കെട്ട തീരുമാനമെങ്കിൽ തിരുത്താൻ തീരുമാനമില്ലെങ്കിൽ നവസഖാക്കളെ കാത്തിരുന്നോ. ആത്മനാശത്തിന്റെ ചരിത്രാവർത്തനം കേരളത്തിൽ ഒരു ബംഗാൾ.